കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. കേരള കലാമണ്ഡലത്തിൽ പുതിയ ഭരണസമിതി രൂപീകരിക്കപ്പെടാനിരിക്കെ അംഗീകാരമില്ലാതെ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതായി വാക്കിൻ ഇന്റർവ്യൂ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെതിരെ കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. DCC ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിനിധി സംഘം കലാമണ്ഡലം വൈസ് ചാൻസലറെ നേരിട്ട് സന്ദർശിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയും നിവേദനം കൈമാറുകയും ചെയ്തു. ഒരു സംവിധാനം നിങ്ങളൊരു സംവിധാനമായിട്ട് നിൽക്കണ്ട, അതുകൊണ്ട് നിങ്ങളൊരു പുതിയ സംവിധാനം ഇവിടെ കലാമണ്ഡലത്തിൽ കമ്മിറ്റി വന്ന് ആ കമ്മിറ്റി വന്നതിന് ശേഷം നടത്തിക്കൊന്നുള്ളത് കാര്യം പറഞ്ഞോട്ടെ. ലോകോത്തര നിലവാരമുള്ള ടീം യൂണിവേഴ്സിറ്റിയിലെ ലീഡറായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലല്ല പുതിയ ഭരണസമിതി നിലവിൽ വരാനിരിക്കെ നിയമന നടപടികൾ ഇത്രയും അടിയന്തരമായി നടത്തുന്നത് ദുരുദ്ദേശത്തോടെയാണെന്ന് കമ്മിറ്റി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. നിലവിലെ സാഹചര്യത്തിൽ നിയമന നടപടികൾ പുതിയ ഭരണസമിതിയുടെ പരിഗണനയ്ക്കും തീരുമാനത്തിനും വിധേയമാക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നും അവർ അഭിപ്രായപ്പെട്ടു. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ നടത്തുന്ന നിയമനങ്ങൾ ഭാവിയിൽ അനാവശ്യമായ വലിയ വിവാദങ്ങൾക്കും നിയമപരമായ സങ്കീർണതകൾക്കും ഇടയാക്കാൻ സാധ്യതയുണ്ടെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കേരള കലാമണ്ഡലം പോലുള്ള പ്രശസ്തമായ ഒരു പൊതുസ്ഥലത്തിൽ നിയമന നടപടികൾ പരമാവധി സുതാര്യത്തോടെയും ബന്ധപ്പെട്ട ഭരണസമിതിയുടെ പൂർണ്ണ അംഗീകാരത്തോടെയും മാത്രമേ നടത്താവൂ എന്നും നിലവിലെ സാഹചര്യത്തിൽ വാക്കിൻ ഇന്റർവ്യൂ നടത്താനുള്ള തീരുമാനം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും മണ്ഡല കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതുവരെ പ്രസ്തുത ഇന്റർവ്യൂ നടപടികൾ മാറ്റിവെക്കാൻ വൈസ് ചാൻസലർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റ് മായ ഉദയൻ, മുള്ളൂർക്കര മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് ആറ്റൂർ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ TK വാസുദേവൻ, ഇക്ബാൽ, മുസ്തഫ തലശ്ശേരി, OU ബഷീർ, ഫസലു റഹ്മാൻ, ഷിഹാബ് വറവട്ടൂർ, ഉസ്മാൻ ആറ്റൂർ, തമ്പിമണി, ബഷീർ ദേശമംഗലം, മുസ്തഫ ആറ്റൂർ, ഷാലു തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പ്രതിഷേധ പ്രതിനിധി സംഘത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് ഉന്നയിച്ച വിഷയം ഗൗരവത്തോടെ പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചതായി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി. You are watching VCV News.